വിജിലൻസിനെ കൊണ്ട് അജിത് കുമാറിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് എഴുതി വാങ്ങി. അതേ സമയത്ത് വിജയനെതിരെ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന് വ്യാജ റിപ്പോർട്ട് നൽകിയതുകൊണ്ട് MR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് DGP ആവശ്യപ്പെട്ടിട്ട് പോലും ആ ഫയൽ പോലും ഒരു ഫയൽ മാത്രം പൊക്കിയെടുത്ത് അത് MR അജിത് കുമാർ അനുകൂലമായിട്ട് വിജിലൻസിനെ കൊണ്ട് റിപ്പോർട്ട് എഴുതി വാങ്ങി. സ്വന്തം DGP എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ റിപ്പോർട്ട് പരിഗണിക്കുന്നില്ല. അതായത് BJPയുമായിട്ടുള്ള പാലം പണിയുന്ന അജിത് കുമാറിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള സ്റ്റാൻഡാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരേ കാര്യത്തിൽ തന്നെ എടുത്ത ഇരട്ട സ്റ്റാൻഡ് എന്ന് പറയും. അതായത് ഈ പിണറായിൻ്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചില. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നു. അതായത് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കും. നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റ് ചെയ്തില്ലെങ്കിലും അവരെ തെറ്റുകാരാക്കും. അതാണ് പിണറായിൻ്റെ നിലപാടെന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ സ്റ്റാൻഡപ്പ്. അത് അജിത് കുമാറിൻ്റെ കേസിലാണെങ്കിലും KM എബ്രഹാമിൻ്റെ കേസിലാണെങ്കിലും വേണ്ടപ്പെട്ടവരെ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചും പിന്തുണയ്ക്കുക എന്നുള്ള സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഇതിനൊക്കെ അദ്ദേഹം ഭാവിയിൽ അദ്ദേഹത്തിന് വില കൊടുക്കേണ്ടി വരും, അത്രേ പറയുന്നത്. അത് എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി വരും. ഇന്നിപ്പോൾ അതിൻ്റെ ചർച്ചയല്ല. ഇന്ന് AICC തീരുമാനം റിപ്പോർട്ട് ചെയ്യാനുള്ള യോഗം മാത്രമാണ്. മറ്റേ ഇലക്ഷൻ കമ്മിറ്റി കൂടണം. ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളത് സിംഗിൾ പേര് മിനിറ്റുകൾക്കകം പ്രഖ്യാപിക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.